പ്രിസം വാഷിംഗ് ആൻഡ് സ്റ്റീം അയൺ സെന്റർ പുന്നമ്പറമ്പിൽ പ്രവർത്തനം ആരംഭിച്ചു. തെക്കുംകര പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് വസ്ത്രങ്ങൾ വാഷിംഗ്, അയണിംഗ് എന്നിവ ചെയ്തു കൊടുക്കുന്ന യൂണിറ്റാണ് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. പുന്നമ്പറമ്പ് സെന്ററിലുള്ള കളക്ഷൻ സെന്ററിൽ വസ്ത്രങ്ങൾ സ്വീകരിക്കും. ഉപഭോക്താക്കളുടെ സൗകര്യം കണക്കിലെടുത്ത് വടക്കാഞ്ചേരി ടൗണിലുള്ള അഷ്ടപതി കോംപ്ലക്സിൽ കളക്ഷൻ സെന്റർ ഉടൻ പ്രവർത്തനം ആരംഭിക്കും. ഇനി വാഷിംഗും അയണിംഗും ഒരു പ്രശ്നമേയല്ല. കൂടുതൽ വിവരങ്ങൾക്ക് 9650444445 എന്ന നമ്പറുമായി ബന്ധപ്പെടുക. നമസ്കാരം, എനി ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ നിബി രാജേഷ്. കഥ കേൾക്കാനെന്ന വ്യാജേന യുവ എഴുത്തുകാരിയെ ഹോട്ടൽ മുറിയിൽ വിളിച്ചുവരുത്തി പീഡിപ്പിച്ചുവെന്ന പരാതിയിൽ സംവിധായകൻ VK പ്രകാശിനെതിരെ കേസെടുത്ത പോലീസ്. യുവതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തത്. നിലവിൽ സിനിമാ മേഖലയിൽ നിന്ന് ഉയർന്നുവന്ന 10ാമത്തെ കേസാണിത്. 2022 ഏപ്രിലിൽ കൊല്ലത്തേക്ക് വിളിച്ചുവരുത്തി പീഡിപ്പിച്ചെന്നാണ് യുവതിയുടെ പരാതി. സിനിമയുടെ കഥ പറയുന്നതുമായി ബന്ധപ്പെട്ട് 2 വർഷം മുമ്പാണ് യുവതി VK പ്രകാശുമായി ബന്ധപ്പെടുന്നത്. കഥയുടെ ചെറിയ രൂപം അയച്ചു കൊടുത്തപ്പോൾ ഇഷ്ടപ്പെട്ടെന്നും കൊല്ലത്തേക്ക് വരണമെന്നും ആവശ്യപ്പെട്ടു. കൊല്ലത്ത് എത്തിയ യുവതിക്ക് തൻ്റെ റൂമിൽ വെച്ച് മദ്യം ഓഫർ ചെയ്തു. തുടർന്ന് ഇൻറ്റിമേറ്റായും വൾഗറായിട്ടും അഭിനയിക്കേണ്ട സീൻ തന്ന ശേഷം അഭിനയിച്ച് കാണിക്കാൻ ആവശ്യപ്പെട്ടു. അഭിനയിക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞ സ്ത്രീയെ VK പ്രകാശ് ചുംബിക്കാനും കിടക്കയിലേക്ക് തള്ളിയിടാനും ശ്രമിച്ചു. യുവതി ശക്തമായി പ്രതികരിച്ചപ്പോൾ VK പ്രകാശ് ഹോട്ടലിൽ നിന്നും ഇറങ്ങിപ്പോയി. പരാതിപ്പെടാതിരിക്കാൻ 10,000 രൂപ അയച്ചു കൊടുത്തതായും യുവതി വെളിപ്പെടുത്തി. ന്യൂസ് ഡെസ്ക് എനി ടൈം ന്യൂസ്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.